ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ആളുടെ ജീവിതത്തിൽ ഒട്ടും പരിശ്രമിക്കാതെ നേടിയെടുക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് എന്താഗ്രഹിച്ചു വേണ്ടിയിട്ടുണ്ടെങ്കിലും അതപ്പോൾ തന്നെ കിട്ടുന്നു. അപ്പോൾ ആ ഒരു എനർജിയാണ് ഈ വ്യക്തിക്ക് ഉള്ളത്. പക്ഷേ നിങ്ങളെന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല, ഈ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഈ വ്യക്തിയോടൊപ്പം എന്നും ഉണ്ടാവണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിലും ഈ വ്യക്തി അതിനൊന്നും ചെവി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ നിങ്ങൾ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി അതെല്ലാം മൈൻഡ് ചെയ്യാതെ വിട്ടിരുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ വ്യക്തിയോടുള്ള സ്നേഹം പോയില്ല, പക്ഷേ ഒരു വെറുപ്പ് പോലെ മാറി തുടങ്ങിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയോടൊപ്പം ഒരു ഫാമിലിയായിട്ട് കഴിയണം, ഇവരെ സ്നേഹിക്കണം, ഇവർ തിരിച്ച് നിങ്ങളെ സ്നേഹിക്കണം എന്നൊക്കെയാണ് നിങ്ങൾ കുറേ എക്സ്പെക്റ്റ് ചെയ്തു ഈ വ്യക്തിയുടെ നിന്ന്. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയതെല്ലാം വളരെ കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ വ്യക്തി പതിയെ പതിയെ നിങ്ങളിൽ നിന്നും അകലാനായിട്ട് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ ആദ്യമൊക്കെ നിങ്ങളുടെ സംസാരമൊക്കെ ഈ വ്യക്തിക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളെ തള്ളി മാറ്റുന്ന രീതിയിലായിരിക്കണം ഉണ്ടായിരുന്നത്. അതായത് ഈ വ്യക്തിക്ക് പ്രൊമോഷൻ കിട്ടി, അപ്പോൾ ഈ വ്യക്തി ഒന്നും കൂടി പൊങ്ങി. അതായത് ഞാൻ വലിയ ആളാണ്, എനിക്ക് നിന്നോടൊപ്പം ഇനി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന രീതിയിലായിരിക്കണം നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ ഒരു സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി മാറ്റി വെച്ചു എന്ന് തന്നെയാണ്. പക്ഷേ അതിലൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. ഈ വ്യക്തിയുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുക്കുക തന്നെയായിരുന്നു. ഇവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിങ്ങനെ വിട്ടതിൽ. നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും, ഓരോ എഫേർട്ടും ഈ വ്യക്തി ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങൾ തിരിച്ചു വരണമെന്ന് തന്നെയാണ് മാനിഫെസ്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ മാനിഫെസ്റ്റേഷൻ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ തോന്നുന്നുണ്ടാവും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുമായിരിക്കാം. പക്ഷേ റാൻഡമായിട്ട് വരുന്നതൊക്കെ, ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ റാൻഡമായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് കളഞ്ഞായിരിക്കും നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളതൊക്കെ വീണ്ടും ഗെയിൻ ചെയ്തെടുക്കാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം പോയി. ശരിക്കും പ്രണയത്തിനോട്, ഒരു പ്രണയം എന്നുള്ള രീതിയിൽ ഒരു ലവിനോടൊക്കെയുള്ള വിശ്വാസം നിങ്ങൾക്ക് പോയി. അത് ഈ വ്യക്തി കാരണം തന്നെയാണ്. ശരിയാണ്, നമ്മളുടെ ജീവിതത്തിൽ പല രീതിയിൽ ഇങ്ങനെയൊക്കെ വരാറുണ്ട്, പല പ്രതിസന്ധികളും നമ്മളുടെ ജീവിതത്തിൽ വരാറുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും സോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതല്ല. അത് കൃത്യസമയമായ ഒരു ടൈമുണ്ട് അതിനെല്ലാം. ഓക്കെ, അത് ആ ഒരു ടൈമിൽ മാത്രമേ അത് നമുക്ക് ഹീൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. എന്തോ ഒരു കാർമാറ്റിക് സിറ്റുവേഷൻ തന്നെയായിരുന്നു നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫിൽ എന്തോ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ഔട്ടായി പോയത്. പക്ഷേ അത് വീണ്ടും തിരികെ വരും. അതായത് ഈ വ്യക്തിയുടെ ആ ഒരു ഇതൊക്കെ മാറി. എന്താണ് ഈ വ്യക്തിക്ക് വേണ്ടത്, നിങ്ങളൊന്ന് മാറി നിന്നപ്പോഴാണ് എന്താണ് ഈ വ്യക്തിക്ക് വേണ്ടത് എന്നുള്ളത് ഈ വ്യക്തി തിരിച്ചറിയുന്നത് പോലും. ഇപ്പോൾ നിങ്ങൾ അടുത്തുണ്ടായിരുന്നത് പോലും ഈ കണ്ണുണ്ടായിരുന്നപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയണ പോലെയായിരുന്നു എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലാണ്. തൻ്റെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട്, തൻ്റെ ആ ഒരു ഈഗോ കൊണ്ട്, അല്ലെങ്കിൽ ജാട കൊണ്ട് ഒക്കെ അങ്ങനെ ആയിപ്പോയി എന്നാണ് ഇവിടെ ഇപ്പോൾ കാർഡ്സ് പറയുന്നത്. ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ അങ്ങനത്തെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ വ്യക്തി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ വ്യക്തിയിലേക്ക് മടങ്ങി വന്നിരുന്നെങ്കിൽ എന്നാണ് ഇവരിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ അരികിലേക്ക് വീണ്ടും തിരികെ വരണമെന്ന്. പക്ഷേ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ അടുത്തേക്ക് നിങ്ങൾ തിരികെ പോകും. പക്ഷേ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാനും ഉണ്ട്. നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത്
നിങ്ങൾക്ക് ഒന്നും കൂടി ഹീൽ ചെയ്തെടുക്കണം. കാരണം തീർച്ചയായിട്ടും ഒരാളിലും അടിമപ്പെട്ടു പോകരുത് എന്ന് തന്നെയാണ് ഇവിടെ കാഴ്ച പറയുന്നത്. അതായത് നമ്മൾ ഒരാളിൽ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കാര്യമാണ് എടുത്ത് ഇവിടെ പറയേണ്ടത്. അതായത് കൂടുതലായിട്ട് ഒരാളിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളറിയാതെ തന്നെ ആ വ്യക്തിയിൽ തന്നെ ആയിപ്പോവും. ആ വ്യക്തിയില്ലാണ്ട് ജീവിക്കാൻ സാധിക്കില്ല. ശരിയാണ്, ലവ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്ക് അവിടെ ഒരു കൺട്രോൾ വേണം. നിങ്ങൾക്ക് ആ കൺട്രോൾ ഇപ്പോൾ ആവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടി എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കേണ്ടതെന്നുള്ളത്. എത്രത്തോളം ആ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യണം, എത്രത്തോളം ആ വ്യക്തിയെ സന്തോഷിപ്പിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾ വളരെ ഭ്രാന്തമായിട്ട് നിൽക്കുന്ന ഒരു ടൈമൊക്കെ ആണെങ്കിൽ ഈ ലവ് എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ ടൈം കൊടുക്കുക. ടൈം കൊടുത്ത് നല്ലതുപോലെ ചിന്തിക്കുക. ഒരിക്കലും എടുത്തു ചാടാനായിട്ട് ശ്രമിക്കരുത്. ഇപ്പോൾ ഈ വ്യക്തിയുടെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവർ തിരിച്ചു വരും, ഓക്കെ. പെട്ടെന്ന് തന്നെ അവർക്ക് പിടികൊടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് അവരുടെ ബിഹേവിയറൊക്കെ എങ്ങനെയാണ്, അവരെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒന്നും കൂടി പഠിച്ചതിന് ശേഷം മാത്രം അവരിലേക്ക് തിരികെ പോവുക. അല്ലാണ്ട് വീണ്ടും പോയിട്ട് വീണ്ടും കരയാനൊരു വരുത്തരുത് എന്ന് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. അഫർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിക്കുക, ഓക്കെ. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. നാളത്തേക്ക് വെക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റുക എന്ന് തന്നെയാണ് ഇവിടെ കാഴ്ച പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ പുതിയ ബിസിനസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതിലെല്ലാം നിങ്ങളും ഈ വ്യക്തിയോടൊപ്പം പാർട്ട്ണർ ആവണം എന്നുള്ള രീതിയിലായിരിക്കണം ഈ വ്യക്തി നിങ്ങളെ ഇനി അപ്രോച്ച് ചെയ്യാൻ പോകുന്നതൊക്കെ. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരികെ വരൂ എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ആളുടെ സിറ്റുവേഷൻ നിൽക്കുന്നത്. ഒരു ഫാമിലിയായിട്ടൊക്കെ കഴിയണം എന്നൊക്കെ ഈ വ്യക്തിക്ക് ഇപ്പോൾ ആഗ്രഹമുണ്ട്. ഇനി നിങ്ങൾ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിച്ച് തിരികെ വിടില്ല എന്നാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത് പോലും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുത്ത് ചാടാതെ നിങ്ങൾ ടൈം കൊടുത്ത് നിങ്ങൾക്ക് ഈ വ്യക്തി ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് മാത്രം ഈ വ്യക്തിയിലേക്ക് തിരികെ മടങ്ങിപ്പോവാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഓക്കെ. കൂടുതലും ദേവിനൊക്കെ പ്രാർത്ഥിക്കുക, മാതാവിനെ പ്രാർത്ഥിക്കുക, ഓക്കെ. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തളർന്നു പോവാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക, ഓക്കെ. അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.